ഇടതു സർക്കാർ, പിണറായി മന്ത്രിസഭ അധികാരത്തിൽ എത്തുകയാണ്. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് അധികാരത്തിലേക്ക് എത്താനുള്ള വഴി തുറക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തേത് പിണറായി വിജയൻ്റെ ഇമേജ് തകർത്തേ പറ്റുമെന്നാണ്. ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ അതിഗംഭീരമായിട്ടുള്ളൊരു വിജയം, 102 സീറ്റുകൾ. ഇതൊരു നിസ്സാരമായിട്ടുള്ള വിജയമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2001 ഇതിനു മുമ്പ് 49% വോട്ടുകൾ UDF നേടിയിട്ടുള്ളത്. അർജുൻ മറ്റേ മോശക്കാരനാണെന്ന് ഞാൻ പറയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ മറ്റവനെ കുറിച്ചും കൂടി അതേ അഭിപ്രായം പറയണമെന്ന് എന്തിനാ പറഞ്ഞത്? പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ നിലപാട് മാറ്റി. ഇപ്പോഴും താങ്കളുടെയൊക്കെ തരികിടപ്പണി എന്താണെന്നറിയാമോ? ഏഷ്യാനെറ്റ് മുതൽ എല്ലാ മാധ്യമങ്ങളും എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? കേരളത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിന് നെടുന്തൂണായിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തെ കൃത്യമായി കോർണർ ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കാര്യമുണ്ട്. സർ നമസ്കാരം. നമസ്കാരം. ഇന്നു മുതൽ നമ്മളൊരു പുത്തൻ പോഡ്കാസ്റ്റിലേക്ക് കിടക്കുകയാണ്. നമ്മളേവരെയും അതിശയിപ്പിച്ച ഒരു വസ്തുതയാണ് പിണറായി വിജയൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തകർച്ച, വി ഡി സതീശൻ്റെ ഒരു വിജയവും. അതിന് സാറ് ഈ പോഡ്കാസ്റ്റിന് ഒരു പ്രത്യേക നാമമാണ് ഇട്ടിരിക്കുന്നത്, ബിയോണ്ട് ദ കോമൺ കോൺഷ്യസ്നസ്. എന്തുകൊണ്ടാണ് സാറ് അങ്ങനെ ഒരു നാമം ഈ പോഡ്കാസ്റ്റിന് ഇടാൻ കാരണം? യഥാർത്ഥത്തിൽ ഇപ്പം ഇത്തരത്തിലുള്ളൊരു പോഡ്കാസ്റ്റ് ഞാൻ തുടങ്ങണം എന്ന് വിചാരിച്ച് നമ്മൾ ആഗ്രഹം കൊണ്ടൊന്നും തുടങ്ങിയതല്ല. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് ഒരു അപനിർമ്മിതികൾ നടത്തുന്നത് എന്നുള്ളത് എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, പലപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചില രീതികൾ അല്ലെങ്കിൽ ധാരണകൾ മാത്രമാണ് ജനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രതിച്ഛായകളാണ്. ആ പ്രതിച്ഛായകളും അതുപോലെ തന്നെ പല നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള ഒരു പൊതുബോധവുമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളുടെ ഒരു പൊതുബോധത്തിനും അപ്പുറം എന്ത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആരും തന്നെ ഇതുവരെ മറ്റാരും പറയാത്ത നിരവധി കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ പറയാൻ പോകുന്നത്. അല്ല, അത് കാരണം അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു നിർമ്മിതി ഉണ്ടാക്കുകയാണ് ചെയ്തേക്കണത്. യഥാർത്ഥത്തിൽ ഞാനിതിനെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് രാജ് ഷമാമി എന്ന് പറയുന്ന ഒരു ഫിഗറിംഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് പ്രോഗ്രാമുണ്ട്. 4 മണിക്കൂറും 18 മിനിറ്റുമുള്ള വിജയ് മല്യയുടെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. ആ വിജയ് മല്യയുടെ പോഡ്കാസ്റ്റിൽ അദ്ദേഹം ഒരിടക്ക് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് വളരെ വേഗത്തിൽ മാധ്യമങ്ങളെല്ലാം തന്നെ ക്വിക്കായിട്ട് എന്ത് ചെയ്യും, ഒരു പൊതുബോധം സൃഷ്ടിക്കും എന്ന് പറയുന്നത്, ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കും. ആ പ്രതിച്ഛായയുടെ പുറത്താണ് യഥാർത്ഥത്തിൽ ജനങ്ങളും രാഷ്ട്രീയവും ഒക്കെ നയിക്കപ്പെടുന്നത് എന്നുള്ളത് കൂടി അദ്ദേഹം അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കാൻ നമ്മുടെ മാധ്യമങ്ങളും ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും ഒക്കെ കൂടി വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമാണ്. ലോകമെമ്പാടും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രഭാവോ സുബിയാന്തോ, അദ്ദേഹം വളരെ ക്രൂരനായിട്ടുള്ളൊരു പട്ടാള മേധാവിയായിരുന്നു, ജനറലായിരുന്നു. പക്ഷേ അദ്ദേഹം നിരവധി കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ ഒരു കുട്ടികളുടെ ഒപ്പം കളിക്കുന്ന റീലുകൾ ഇട്ടുകൊണ്ട് അദ്ദേഹം ഒരു മുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടാക്കി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വെള്ളക്കാരും അതുപോലെ കറുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള സ്പ്ലിറ്റുകൾ കുറേ കൂടി ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയിട്ടുള്ളത്. കേരളത്തിലുമൊക്കെ തന്നെ അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിനെ വളരെ ഡീറ്റെയിൽഡായ കാര്യങ്ങൾ, അതിൻ്റെ മെറ്റിക്കുലസ് ഡീറ്റെയിൽസ് കൂടി പറഞ്ഞാൽ മാത്രമേ ജനത്തിന് പലപ്പോഴും അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ BCC വിത്ത് രതീഷ് ചക്രവാണി എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റ് എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. അത് വളരെ ക്ലാരിറ്റിയുള്ള ആ കൃത്യമായ ആളുകളോട് ഈ പൊതുബോധം നിർമ്മിക്കപ്പെട്ടതാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അതിന് സാധാരണ നമ്മളൊരു 15-20 മിനിറ്റ് വീഡിയോ കൊണ്ടൊന്നും സാധ്യമാവില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പേര് ഞാൻ ഇട്ടിട്ടുള്ളത്.
അപ്പോൾ നമുക്കറിയാം വളരെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിണറായി വിജയൻ്റെ തകർച്ച എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ക്യാപ്റ്റൻ എന്നുള്ളൊരു രീതിയിൽ നിന്നുകൊണ്ട് കാരണഭൂതൻ എന്നൊരു തലത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു പരിവർത്തനം സംഭവിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വി ഡി സതീശൻ്റെ അതിമികച്ച വിജയവും രമേശ് ചെന്നിത്തലയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അതിമികച്ച വിജയമാണ് വി ഡി സതീശൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. അതിനൊരു കപ്പിൾ ഓഫ് ഇവൻറ്റ്സ് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം. നമ്മൾ ശരിക്കും ആരംഭിക്കേണ്ടത് 2021 അല്ലെങ്കിൽ 2018 മുതൽ ആരംഭിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ താങ്കളോട് പറയുന്നത് നമുക്കിപ്പോൾ തൽക്കാലം ഈ റിസൾട്ട് ഒന്ന് ആദ്യം തന്നെ ഒന്ന് വിശകലനം എന്താണെങ്കിലും അതിഗംഭീരമായിട്ടുള്ളൊരു വിജയം, 102 സീറ്റുകൾ, അതുപോലെ 47% വരുന്ന വോട്ടുകൾ, ഇതെല്ലാം നേടിക്കൊണ്ടാണ് UDF വിജയിക്കുന്നത്. ഇതൊരു നിസ്സാരമായിട്ടുള്ള വിജയമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2001 ഇതിനു മുമ്പ് 49% വോട്ടുകൾ UDF നേടിയിട്ടുള്ളത്. 2001 നമുക്കറിയാം BJPയുടെ ഷെയർ വളരെ കുറവായിരുന്നു. അതിനുശേഷം ശരിക്കും UDFൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും അത് വളരെ ഡിസിസീവായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു വിക്ടറി ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും പറയും ഉമ്മൻചാണ്ടി ജയിച്ചില്ലേന്ന്. ഉമ്മൻചാണ്ടി ജയിച്ച വെറും 2 സീറ്റിന് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ളൊരു വലിയ വിക്ടറിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിക്ടറിക്ക് ഒരു വലിയ പ്രത്യേകത ഉണ്ട്, ആരും പറയാത്ത. എന്താണെന്നറിയോ? എന്താണ് ഇത്? കൃത്യമായി പറഞ്ഞാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റെപ്ലിക്കയാണ് ഈ വിജയം. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും. അത് 110 സീറ്റായിരുന്നു. അത് 111 സീറ്റുകളിലാണ് അന്ന് വിജയിച്ചത്. ആ 111 സീറ്റുകളിലേക്ക് അന്ന് വിജയിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള വോട്ടുകളുടെ 96 ലക്ഷം വോട്ടുകളാണ് യഥാർത്ഥത്തിൽ അന്ന് UDFന് കിട്ടുന്നത്. അതിനേക്കാൾ ഇപ്പോൾ ഒരു 4 ലക്ഷം വോട്ട് കൂടി കൂടിയിട്ടുണ്ട് എന്ന് പറയുന്ന വ്യത്യാസമുള്ളൂ. കറക്റ്റ് അന്ന് കിട്ടിയിട്ടുള്ള 47% തന്നെയാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? ഈ പറയുന്ന UDFന് കിട്ടിയിട്ടുള്ളത്. അതേസമയം അന്ന് ഈ 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയിട്ടുള്ള അതേ വോട്ടുകളും അതേ ശതമാനവും തന്നെയാണ്, ഏതാണ്ട് അതേ ശതമാനവും തന്നെയാണ് ഇത്തോടെ കിട്ടിയിട്ടുള്ളത്. 31 ലക്ഷത്തിലധികം വോട്ടുകളാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? BJPക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് LDFന് അന്ന് കിട്ടിയിട്ടുള്ളത് 70-71 ലക്ഷം വോട്ടാണ്. അതിപ്പോൾ 80 ലക്ഷം വോട്ടുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് പെർസെൻറ്റേജുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ 2019 സിമിലർ ആയിട്ടുള്ള ഒരു റിസൾട്ട്, 2019 ലോക്സഭയിലേക്ക് സിമിലർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ റിസൾട്ട് ഇങ്ങനെ 2019 തന്നെ വീണ്ടും അവതരിപ്പിക്കപ്പെടണം എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് കൃത്യമായ പണി UDFും അതിൻ്റെ ആളുകളും എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് താങ്കൾ പറയുന്നത് പോലെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു ഇമേജിൽ നിന്നും ഒരു കരുതൽ മുഖ്യമന്ത്രിയിൽ നിന്നും മുഖം കണ്ടാൽ പോലും ആളുകൾ വോട്ട് ചെയ്യില്ല എന്നൊക്കെയുള്ള ഒരു നരേറ്റീവിലേക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ബിൽഡ് ചെയ്യപ്പെട്ടത്. ആ നരേറ്റീവ് പോലും യാഥാർത്ഥ്യമല്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് കേവലം 65,90,000 എന്ന് പറഞ്ഞാൽ 66,000 വോട്ടുകളേ ഉള്ളൂ. ലോക്കൽ ബോഡിയിലേക്ക് ഇത് വരുമ്പോൾ LDFൻ്റെ വോട്ടുകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. 71 ലക്ഷത്തോളം വോട്ടുകളാണ്. ആ വോട്ടുകൾ 71 പറഞ്ഞാലും ഞാൻ പറഞ്ഞ ഒരു 72-73 ഒക്കെ ഉണ്ടാവും. ഇതുവരെ ലോക്കൽ ബോഡി ഇലക്ഷനുകൾ CPM പരാജയപ്പെട്ടിട്ടുള്ള ചരിത്രമില്ല. ആയിക്കോട്ടെ, അത് ശരിയാണ്. പക്ഷെ അത് താങ്കൾ പറയുന്ന ഒരു വാദമാണെങ്കിൽ പോലും പിണറായിയുടെ മുഖം കാണിച്ചാൽ വോട്ട് കുറയുമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു വന്നേ. എൻ്റെ പോയിന്റ് അതാണ്. പിണറായിയുടെ മുഖം കാണിക്കുമ്പോൾ വോട്ട് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ലോക്കൽ ബോഡിയേക്കാൾ വോട്ട് എന്ത് ചെയ്യണം? കുറയണം. ലോക്കൽ ബോഡിയേക്കാൾ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും 10 ലക്ഷത്തോളം വോട്ടുകൾ യഥാർത്ഥത്തിൽ കണക്ക് നോക്കിയാൽ കൂടുതലാണ്. ഞാൻ വിചാരിക്കുന്നത് അവരിനിപ്പോൾ ലോക്കൽ ബോഡിയിലൊക്കെ മത്സരിച്ച സ്വതന്ത്രരുടെയൊക്കെ കണക്ക് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ ഒരു 72 ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും 8-9 ലക്ഷം വോട്ടുകൾ കൂടുതലാണ്. കാരണം ഇത്തവണ 81 ലക്ഷം വോട്ടാണ് എന്ത് ചെയ്തേക്കണത്? കിട്ടിയേക്കണത്. അപ്പോൾ അതുകൊണ്ട് ഈ നരേറ്റീവ് ബിൽഡിങ്ങുകൾ വളരെ കൃത്യമായി തന്ത്രപരമായി VD സതീശൻ ചെയ്തത് കൊണ്ടാണ് ഇത്ര വലിയ വിജയം VD സതീശന് സമ്മാനിക്കപ്പെട്ടത് എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം തന്നെ താങ്കൾ അറിയേണ്ടത്, താങ്കൾ ഈ പറയുന്ന വാദം എൻ്റെ അടുത്ത് ഉന്നയിക്കുമ്പോൾ പോലും ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മാധ്യമം ഈ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? അതായത് 65,90,000 വോട്ടുകളാണ് ലോക്സഭയിൽ കിട്ടിയത്. ലോക്കൽ ബോഡിയിലേക്ക് വരുമ്പോൾ അത് വോട്ടുകൾ കൂടി 71 ലക്ഷമായി. അല്ല, അതിനവർ പറയുന്ന വാദം എന്ന് പറയുന്നത് ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല, നമ്മുടെ ലോക്കൽ ബോഡിയിൽ പാറ്റേൺ അല്ല, നിയമസഭയിലെ പാറ്റേൺ എന്തോ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് പാറ്റേൺ എന്തോ ആയിക്കോട്ടെ, ഈ കണക്കുകൾ പറയാൻ അവർക്ക് ബാധ്യതയില്ലേ? എന്നിട്ട് അവർ പറയാം. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1 മാസങ്ങളിൽ വലിയ അനാലിസിസുകൾ ഈ ചാനലുകൾ മുഴുവൻ നടത്തിയല്ലോ. ഈ മുഴുവൻ നടത്തുമ്പോൾ ഇത് പറയാനുള്ള ഒരു ബാധ്യത അവർക്കില്ല എന്ന് ഞാൻ ചോദിക്കണേ. Watch the full podcast on the channel. BCC with Ratish Chakrapani.